5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നാളെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ PV അൻവർ 5000-നും 10,000-നും ഇടയ്ക്ക് വോട്ട് മാത്രമേ പിടിക്കുകയുള്ളൂവെന്നും അതിലൂടെ PV അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി കേരളത്തിൽ അസ്തമിച്ചുവെന്നും ഒരുപക്ഷെ PC ജോർജിനെ പോലെ ഏതെങ്കിലും പാർട്ടിയിൽ പോയി ലയിക്കുക എന്നുള്ളത് മാത്രമേ, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിൽ ചേരുക, ലയിക്കാനിപ്പോൾ പാർട്ടിയായിട്ടൊന്നും നിൽക്കുന്നില്ലല്ലോ, തൃണമൂൽ കോൺഗ്രസ് എന്നൊക്കെ പറയുന്നെങ്കിലും സജീവമായിട്ട് വന്നില്ലല്ലോ, ഘടനയൊന്നും വന്നില്ലല്ലോ കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും, മാത്രമല്ല കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ അംഗീകരിച്ചിട്ടുമില്ല. അവർ പ്രസ്താവനയൊക്കെ ഇറക്കി, അവർക്ക് ഇദ്ദേഹത്തിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാമെന്നൊക്കെ പ്രസ്താവനയൊക്കെ ഇറക്കി. അപ്പോൾ അതുകൊണ്ട് വല്ലാത്തൊരു ഭാവി ഇല്ലാതാകും എന്നാണ് പ്രവചിക്കുന്നത്. പക്ഷെ ഞാൻ മറ്റൊരു പ്രവചനം നടത്താനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ PV അൻവറിനെ പോലുള്ള ഒരാളിനെ ഒതുക്കാൻ കഴിയില്ല. 2-3 ഘടകങ്ങൾ ഞാൻ PV അൻവറിൽ കണ്ടിട്ടുണ്ട്. PV അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളോടും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പാരിസ്ഥിതികമായ കാര്യങ്ങളോടും പാർക്കുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളാണ് ഞാൻ. കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ ശൈലിക്കപ്പുറം, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും ഒരുപാട് സംശയാസ്പദമായ കാര്യങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് വന്നതായി പൊതുസമൂഹം സംശയിക്കുന്നു. പിന്നെ അദ്ദേഹം നാവ് കൊണ്ട് ഒരുപാട് പേർക്ക് മുറിവേൽപ്പിക്കുന്നു. അങ്ങനെയൊന്നും അതിൻ്റെ ആവശ്യമില്ല, അത്ര അങ്ങനെ മുറിവേൽപ്പിച്ച് പോകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വിചാരിച്ചാൽ, അത് PV അൻവറോ ഞാനോ നിങ്ങളോ വിചാരിച്ചാൽ ഒരു ദിവസം കൊണ്ട് ഈ ഭൂമിയിലെ സകല തിന്മകളെ മാറ്റിക്കളയാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് PV അൻവറിൻ്റെ അതെല്ലാം മാറ്റിവെച്ചാൽ ഞാൻ കാണുന്ന പോസിറ്റീവായി കാണുന്ന ചില ഗുണങ്ങൾ, ഒന്ന്, അദ്ദേഹം ഒരു ഇൻബോൺ ജന്മം കൊണ്ട് തന്നെ ഒരു ഫൈറ്റർ ആണെന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഫൈറ്റിംഗ് മൂഡ് കാണുമ്പോൾ ഇൻബോൺ ഫൈറ്ററാണ്. അപ്പോൾ അദ്ദേഹം പുലിയെപ്പോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പിന് തോറ്റുപോയി എന്നുള്ളത് കൊണ്ട് എലിയാകാനുള്ള സാധ്യത ഉണ്ടോ? അല്ലെങ്കിൽ സാമ്പത്തികമായി തകരണം, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പോയതുകൊണ്ട് ഭാര്യയുടെ കെട്ടുതാലി വരെ വെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇനി എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്ന ആളുകൾ പലരും ഒതുങ്ങാറുണ്ട്. അങ്ങനെ ഒരു സാധ്യത അൻവറിനില്ല. അൻവറിന് അത്യാവശ്യം സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. മാത്രമല്ല നല്ല ബിസിനസ് മാനാണ്. അദ്ദേഹം ബിസിനസ് ചെയ്ത് കാശ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിൻ്റെ ബിസിനസ് നല്ലതാണോ ചീത്തയാണോ അത് വേറെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അത് ഞാൻ പറഞ്ഞല്ലോ, പോസിറ്റീവ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതിന് സ്കോപ്പില്ല. അപ്പോൾ അദ്ദേഹത്തിന് നന്നായി ബിസിനസ് ചെയ്ത് കാശ് ഉണ്ടാക്കാൻ അറിയാം. ഒരുപാട് മുതലാളിമാരുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ക്യാഷ് ഇനിയും മൊബിലൈസ് ചെയ്യാൻ പറ്റും പൊളിറ്റിക്സിലേക്ക് കൊണ്ടുപോകാൻ. 2, തൃണമൂൽ കോൺഗ്രസുമായി അദ്ദേഹം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി തോറ്റുപോയാൽ അദ്ദേഹം രാജ്യസഭാ MP ആകുമോ? പശ്ചിമ ബംഗാളിൽ നിന്ന് ഒഴിവുവരുന്ന സീറ്റിൽ രാജ്യസഭാ MP ആയി അതിനുശേഷം കേരളത്തിൽ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരാനൊരു ശ്രമം നടത്തുമോ? മുന്നണി പ്രവേശനം കിട്ടിയില്ലെങ്കിൽ അത് പിന്നൊരു സാധ്യത, UDFൻ്റെ മുന്നണി പ്രവേശനം നടക്കുമോ? ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നണി പ്രവേശനം അത്ര എളുപ്പമായിരിക്കില്ല. അല്ലെങ്കിൽ വല്ലാതെ സറണ്ടർ ചെയ്യണം, PV അൻവർ സറണ്ടർ ചെയ്യണം. അത് അദ്ദേഹത്തിൻ്റെ ഒരു ആംബിയൻസ് വെച്ച് അതിന് സാധ്യത കുറവാണ്. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചാൽ UDF പ്രവേശനം എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് തോറ്റുപോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിന് UDFൻ്റെ ഒരു പ്രവേശനമോ ലീഗിൻ്റെ ഒരു സീറ്റോ കിട്ടിക്കൊണ്ട് തീർച്ചയായിട്ടും, അത് നിലമ്പൂരാണെങ്കിൽ അങ്ങനെ, അല്ല മറ്റെവിടെ ആയാലും PV അൻവർ നിയമസഭയിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഭാവിയാണ് ഉണ്ടാവുക. ഇതല്ല എങ്കിൽ അദ്ദേഹം വീണ്ടും നിലമ്പൂർ തന്നെ നിന്ന്, സ്വതന്ത്രനായി തന്നെ നിലമ്പൂർ തന്നെ നിന്ന്, തീർച്ചയായും അടുത്ത ഒരു വർഷക്കാലത്തോളം വീണ്ടും സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് നിന്നുകൊണ്ട് അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിന് മത്സരിച്ച് ജയിക്കും. എന്തായാലും PV അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ അങ്ങനെ പെട്ടെന്ന് ഇല്ലാതാകുമെന്ന് കരുതുന്നില്ല. 2-3 ഘടകങ്ങൾ അദ്ദേഹത്തിന് കേരളത്തിൽ. ഒന്ന്, ഒരു ന്യൂനപക്ഷ സമുദായത്തിനിടയിൽ അദ്ദേഹം അസ്പൃശ്യനല്ല, അദ്ദേഹം സമ്മതനാണ്. അത് CPM-നകത്തുള്ള ന്യൂനപക്ഷമായാലും കോൺഗ്രസിനകത്തുള്ള ന്യൂനപക്ഷമായാലും ലീഗിനകത്തുള്ള മുസ്ലിം സമുദായത്തിൽ മുസ്ലിങ്ങളായാലും അദ്ദേഹത്തിന് ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. PC ജോർജിനെ പോലെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ PC ജോർജിനെ ക്രിസ്ത്യാനികൾ പോലും ഉപേക്ഷിക്കുന്നൊരു സ്ഥിതി വന്നു. ആ ഒരു സ്ഥിതി PV അൻവറിനില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. അത് ഇനി എങ്ങനെയാവും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു നേട്ടം ഉണ്ട് PV അൻവർ. പിന്നെ ഞാൻ പറഞ്ഞ സാമ്പത്തികമുണ്ട്, വലിയ കുടുംബ പാരമ്പര്യമുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, പുള്ളിക്ക് ബിസിനസ്സുണ്ട്. അതിവിടെയും വിദേശത്തും രാജ്യത്തും പുറത്തുമൊക്കെ ബിസിനസ് ഉണ്ട്. അപ്പോൾ വലിയ ഒരു സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ വളരെ പെട്ടെന്നൊന്നും അങ്ങനെ എഴുതിക്കളയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും PV അൻവർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമായി ഇവിടെ ഉണ്ട്. പിന്നെ ചാനലുകൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരാളായി നിൽക്കുന്നു. എപ്പോഴാണ് ബോംബ് പൊട്ടിക്കുക, എപ്പോഴാണ് എന്ത് പറയുക, ചിലപ്പോഴൊക്കെ പറയുന്നതിനൊന്നും യാതൊരു സെൻസും ഇല്ല, അല്ലെങ്കിൽ യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾക്കും പുള്ളി പത്രസമ്മേളനത്തിലൊക്കെ പറയാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും ചില സമയത്തെങ്കിലും പുള്ളി പറയുന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്ന നിലയിൽ പുള്ളിക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ആ ഒരു ശൈലിയും എല്ലാം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും
അൻവറിനെ എഴുതി തള്ളാൻ വരട്ടെ. നമുക്ക് കാലം കാത്തിരുന്ന് കാണാം. അൻവർ തീർച്ചയായിട്ടും ജയിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പോകും, തോൽക്കുകയാണെങ്കിൽ അൻവർ തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേൽക്കും.